ഇന്നൊരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ നമുക്ക് ആദ്യം അതിലോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് ക്രംസ്, സവാള, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, എഗ് ബാറ്റർ, ദോശ ബാറ്റർ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇവയൊന്ന് നന്നായി പേസ്റ്റാക്കി വെച്ചത്. പിന്നെ അതുപോലെ തന്നെ വേവിച്ച് വെച്ച ഇറച്ചി കൂടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒരു 1/2 kg വേവിച്ച് വെച്ച ഇറച്ചിയാണ്. ഞാനത് വെന്തതിന് ശേഷം നന്നായി ഒന്ന് ചിക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു ദോശ ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഗരം മസാല, മുളക് പൊടി, ഒരു എഗ്ഗ്, 1 കപ്പ് മൈദ ഇവ ചേർത്ത് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ബാറ്ററിലാണ് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ദോശയായി നൈസായി ചുട്ടെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണേ, ഞാൻ ഉപ്പ് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഓരോ ദോശയായി ഒന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശയുടെ മുകൾ ഭാഗം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നന്നായി മൂപ്പിച്ച് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പാൻ വെച്ച് അതിലോട്ട് വലിയ ഉള്ളി, ഉപ്പ്, കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവ നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിലോട്ട് ഈ ഒരു നമ്മൾ അടിച്ച് വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഈ ഒരു മിക്സ് കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇവ മൂന്നും നന്നായി വഴണ്ട് വന്ന് ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നന്നായി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് ഒരു ദോശ നെടുകെ കീറി ഈ ഒരു ഫില്ലിങ് വെച്ച് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ശേഷം എഗ് ബാറ്ററിൽ മിക്സ് ചെയ്ത് നമുക്ക് ഓരോ റോളും കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ നന്നായി ഒന്ന് ഓയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ആക്കേണ്ട ഐറ്റം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.